നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വിപ്ലവ സൂര്യന് സ്മരണാഞ്ജലി. മുൻ മുഖ്യമന്ത്രിയും CPM സ്ഥാപക നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷികം ആലപ്പുഴയിൽ വിപുലമായി ആചരിച്ചു. സംസ്ഥാന സെക്രട്ടറി അടക്കം ആയിരക്കണക്കിന് ആളുകൾ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പണി കഴിപ്പിച്ച സ്മാരകത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. VSന്റെ പറവൂരിലെ വീട്ടിൽ അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചു. പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ് VSന് സ്മാരകം ഉയർന്നത്. ഒന്നാം ചരമവാർഷിക ദിനത്തിൽ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടന്നു. വിപുലമായാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. VS സ്മാരകത്തിൽ ആയിരങ്ങൾ പുഷ്പാർച്ചന നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്മാരകത്തിന്റെയും അനുസ്മരണ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. താൽക്കാലികമായ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ പുരോഗതിയിലേക്ക്, പുതിയ തലത്തിലേക്ക് നമുക്ക് ലോകവ്യാപകമായിട്ട് മുന്നേറാനുള്ള പുതിയ ശക്തികൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഒരു പൊതുവായ ചിത്രം. നമുക്ക് ഇന്ത്യയിലും ആ നിലയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇവിടെ ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഈ രാജ്യമാകെ തൂക്കി വിൽക്കുന്നതിന്റെയും ഭാഗമായിട്ട് നിലപാടുകൾ വി.ഡി. സതീശനും UDF-ഉം ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വർഗീയ ശക്തികൾ അഴിഞ്ഞാട്ടം നടത്തുന്ന, വർഗീയ ശക്തികൾക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഒരു ഗവൺമെന്റായി, ഒരു BJP ഗവൺമെന്റിനെ പോലെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു ഇവിടെ ഈ കേരളത്തിൽ എന്നുള്ളതാണ് ഞങ്ങളല്ല, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് മറ്റെല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും പോലെ അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആവാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ അതിലേക്കാണ് വി.ഡി. സതീശന്റെ നിലപാട്. ഇതിനെല്ലാം ചെറുത്തു നിന്നുകൊണ്ട് VSന്റെ ഊർജം, VSന്റെ സ്മരണ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് കേവലമായ യാന്ത്രികമായ ഒരു വിശദീകരണമല്ല. VSന്റെ ഓർമ്മ പോരാടാനുള്ള ആർജവമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. VS ഇല്ലാത്തൊരു വർഷം പിന്നിട്ടിരിക്കുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാരിനെ പോലെ UDF ഗവൺമെന്റ് മാറുന്നു. കേരളം നേടിയ മൗലികമായ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇതിനെതിരെ വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VS ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റുകാരെ വെറുതെ വിടില്ലായിരുന്നുവെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായ സജി ചെറിയാൻ MLA പറഞ്ഞു. ആ VS ഇന്നുണ്ടായിരുന്നെങ്കിൽ വഞ്ചകന്മാരോട് എങ്ങനായിരിക്കും സമീപനം സ്വീകരിക്കുന്നെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ വഞ്ചകന്മാരുടെ മുഖത്ത് നോക്കി ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന VSന്റെ അഭാവം ആലപ്പുഴയിലെ കേരളത്തിലെ പാർട്ടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര വഞ്ചകന്മാരെ, ഒറ്റുകാരെ ചൂണ്ടിക്കാണിച്ച തൊഴിലാളി പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ സഖാവ് VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോകുന്നില്ല. VSന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കും. VS ഉയർത്തി കാണിച്ച ആശയങ്ങൾ, VS ഈ പ്രസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ള ത്യാഗമനോഭാവം, VS കാണിച്ചിട്ടുള്ള സത്യസന്ധത, VS നമ്മുടെ പ്രസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത, VS ഉയർത്തിപ്പിടിച്ച തൊഴിലാളി വർഗ രാഷ്ട്രീയം, VS ഉയർത്തിപ്പിടിച്ച വിപ്ലവ പോരാട്ടം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആലപ്പുഴയുടെ മണ്ണിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അതിന്റെ ഇരട്ടി ശക്തിയോട് തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞയെടുക്കുന്ന ദിനമാണ് ഈ ദിനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവരുടെ മുഖത്ത് നോക്കി ധിക്കാരത്തോടെ സംസാരിക്കുമായിരുന്നു അദ്ദേഹം. VS ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. പാർട്ടിയിലെ ഒറ്റുകാരെ വളരാൻ VS അനുവദിക്കില്ലായിരുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഡോക്ടർ TM തോമസ് ഐസക്, KN ബാലഗോപാൽ, CS സുജാത, R നാസർ, CB ചന്ദ്രബാബു, അഡ്വക്കേറ്റ് K പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു. വൈകിട്ട് നടന്ന അനുസ്മരണ റാലിയിലും സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.